ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSA നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മൊഡ്യൂൾ 6 ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് എന്ന ടോപ്പിക്കിലെ പ്ലാന്റ് ബ്രീഡിംഗിന്റെ സെലക്ഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സെലക്ഷൻ? പോകാം രീതിയിലേക്ക്. എന്താണ് സെലക്ഷൻ? പ്ലാന്റ് ബ്രീഡിംഗിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രീഡിംഗ് മെത്തേഡ് നമ്മൾ പറഞ്ഞിരുന്നു. പ്ലാന്റുകളെ സെലക്ട് ചെയ്യുന്നു, അതിൽ നിന്നും പാരന്റ്സിനെ സെലക്ട് ചെയ്യുന്നു, പിന്നെ ക്ലോസ് ചെയ്യുന്നു, പുതിയ പ്ലാന്റിനെ ഉണ്ടാക്കിയെടുക്കുന്നു, അത് വിപണിയിൽ എത്തിക്കുന്നു. കുറെ സ്റ്റെപ്പുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സെലക്ഷൻ എന്ന് പറയുന്നത് പ്ലാന്റ് ബ്രീഡിംഗിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ് തന്നെയാണ്. നമുക്ക് അഭികാമ്യമായിട്ടുള്ള സവിശേഷതകളുള്ള പ്ലാന്റുകളാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു ഈൽഡും ഡിസീസ് റെസിസ്റ്റന്റ് കപ്പാസിറ്റി ഉള്ള നെൽച്ചെടിയെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ഗുണങ്ങളും ഒരു നെൽച്ചെടി കാണണമെന്നില്ല. എങ്കിൽ ഈ ഗുണങ്ങളുള്ള നെല്ലുകളെ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുന്നു, പിന്നെ അതിനെ വളർത്തി പരിപാലിക്കുന്നു, ക്രോസ് ചെയ്യുന്നു, പുതിയൊരു പ്ലാന്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഈൽഡും അതുപോലെ ഡിസീസ് റെസിസ്റ്റന്റ്, ഇങ്ങനെയുള്ള സവിശേഷ സ്വഭാവങ്ങളുള്ള പ്ലാന്റുകളെ തിരഞ്ഞെടുക്കുക. അതാണ് ഇതിന്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരു പ്ലാന്റിന്റെ ഏറ്റവും എളുപ്പമായിട്ടുള്ള വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും, വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ കഴിയുന്ന പ്രോസസ്സാണ് ഈ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിലാണ് ഉണ്ടാകുന്നത്. ഒന്ന് സ്വാഭാവികമായിട്ട് പ്രകൃതിദത്തമായിട്ട് നാച്ചുറലി ഒരുപാട് പ്ലാന്റ് സെലക്ടഡ് ആകുന്നുണ്ട്. രണ്ടാമത് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ, കൃത്രിമമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് തരം സെലക്ഷൻ ആണ് ഉള്ളത്. എന്താണ് നാച്ചുറൽ സെലക്ഷൻ അഥവാ പ്രകൃതിദത്തമായ സെലക്ഷൻ അഥവാ പ്രകൃതി നിർദ്ധാരണം? ഇത് നമ്മുടെ സ്വാഭാവികമായിട്ട് പ്രകൃതിയിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. കണ്ടിന്യൂസ് ആണ്, അതായത് തുടർച്ചയായതാണ്, ഓട്ടോണോമസ്, സ്വയം ഭരണമായി നടക്കുന്ന, സ്വന്തമായിട്ട് അത് റെഗുലേറ്റ് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സാണ്. പ്രകൃതി തന്നെ പ്ലാന്റുകളെ സെലക്ട് ചെയ്യുന്നു. അതുവഴി പുതിയ പുതിയ പ്ലാന്റുകൾ അന്ന് ഉണ്ടായി വരും. ഡാർവിന്റെ തിയറി നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ട്. അതായത് പ്ലാന്റുകൾ, ഒരു പ്ലാന്റിൽ നിന്ന് ഒരുപാട് പ്ലാന്റ്സിന്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നു. അമിതമായിട്ട് പ്ലാന്റുകൾ ഉണ്ടാവും. ഒരു കൂട്ടം പ്ലാന്റുകൾ ഒരു സ്ഥലത്ത് വളരുന്നു. എല്ലാ പ്ലാന്റുകളും വളർന്നു വലുതാകില്ല. കാരണം അവിടെ ഒരു ഫുഡിന് വേണ്ടി, ആഹാരങ്ങൾക്ക് വേണ്ടി ഒരു പോരാട്ടം നടക്കും, അല്ലേ? സ്ട്രഗിൾസ് ഫോർ എക്സിസ്റ്റൻസ് പഠിച്ച ഓർമ്മയുണ്ടോ? അങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ അതിൽ അനുയോജ്യമായിട്ടുള്ളവ മാത്രം അവിടെ വളരും, അല്ലാത്തവ അവിടെ നിന്ന് എലിമിനേറ്റ് ആയി പോകും. അതായത് ആർക്കാണോ ആ ഒരു ക്ലൈമറ്റിൽ, ആ ഒരു സ്ട്രഗിളിൽ കൂടുതൽ ഫുഡ് വലിച്ചെടുക്കാനും വളരാനുള്ള കണ്ടീഷൻ കൂടുന്നത്, ആ കഴിവ്, ആ ഒരു കഴിവുണ്ടല്ലോ, ആ കഴിവുള്ള പ്ലാന്റ് മാത്രം അവിടെ സെലക്ട് ആയി അത് വളരും, ബാക്കിയുള്ളവ നശിച്ചു പോവുകയും ചെയ്യും. ഇതാണ് അനുയോജ്യതയുടെ അതിജീവൻ എന്ന് പറയുന്നത്. അതായത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കൂട്ടം പ്ലാനുകൾ അമിതമായിട്ട് അവിടെ ഓവർ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ അതിൽ ഫുഡിന് വേണ്ടി ഒരു പോരാട്ടം, സ്ട്രഗിൾസ് ഫോർ എക്സ് നടക്കുകയും അതിൽ ഏറ്റവും അനുയോജ്യമായത് മാത്രം എന്ത് ചെയ്യും? അവിടെ വളരുകയും അല്ലാത്തവ നശിച്ചു പോവുകയും ചെയ്യും. അതാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഇത് പ്രകൃതിയാണ് ഇവിടെ സെലക്ട് ചെയ്തത്. അവിടെ പ്രകൃതി ഒരു പ്ലാന്റിനെ സെലക്ട് ചെയ്യുന്നു, ആ പ്ലാന്റ് വളർന്ന് വലുതായി ആ ഒരു സവിശേഷ സ്വഭാവത്തോടെ വളരുകയാണ് ചെയ്യുന്നത്. സ്വാഭാവിക തിരഞ്ഞെടുപ്പ്, അതായത് നാച്ചുറലി ഈ നടക്കുന്ന തിരഞ്ഞെടുപ്പ് കാരണം പ്ലാന്റ്സിന് കുറച്ചും കൂടെ അനുകൂലമായിട്ടുള്ള ദിശകളിൽ ക്രമീകരിക്കപ്പെടാൻ പറ്റും. ഇപ്പൊ നേച്ചർ സെലക്ട് ചെയ്തുകൊണ്ട് ആ പ്ലാന്റ്സിന് ആ നേച്ചർ സെലക്ട് ചെയ്യുന്ന ആ ഏരിയയിൽ നന്നായിട്ട് വളരാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. നമ്മൾ കൃഷി ചെയ്ത വിളകളും അതുപോലെ കാട്ടു ഇനങ്ങളിൽ നിന്നായിരിക്കും ഈ സ്വാഭാവിക തിരഞ്ഞെടുപ്പ് കൂടുതലും ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളിപ്പോൾ കൂടുതലും കൃഷി ചെയ്യുന്ന വിളകൾ എങ്ങനെ ഉണ്ടായതായിരിക്കും? പണ്ടുണ്ടായ കാട്ടുവിളകൾ, വന്യ ഇനങ്ങളിൽ നിന്ന് ഇതുപോലെ നാച്ചുറലി സെലക്ട് ചെയ്ത് വന്നതായിരിക്കാം. ചിലപ്പോൾ കാലാവസ്ഥ അല്ലെങ്കിൽ പ്രദേശത്തിന്റെ കണ്ടീഷൻസ് അനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടായിരിക്കും അത് പുതിയ പ്ലാന്റായിട്ട് നമ്മുടെ കൈകളിൽ എത്തുന്നത്. പ്രകൃതി തന്നെ സെലക്ട് ചെയ്ത് തന്നിട്ടുള്ള പ്ലാന്റുകളായിരിക്കാം നമ്മൾ ഇന്ന് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. എന്താണ് അപ്പോൾ കൃത്രിമ തെരഞ്ഞെടുപ്പ്? ഒരു പ്ലാന്റ് ബ്രീഡർ, ഈ പ്രോസസ് ചെയ്യുന്ന, ബ്രീഡിംഗ് പ്രോസസ് ചെയ്യുന്ന സയന്റിസ്റ്റ് ആരാണോ അദ്ദേഹമായിരിക്കും ഗുണമേന്മയുള്ള പ്ലാന്റുകളെ സെലക്ട് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സാണ് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ ചെയ്യുമ്പോൾ ഗുണം എന്താണ്? അതായത് നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത ഗുണങ്ങളുള്ള കുറെ പ്ലാന്റുകളുടെ ശേഖരം നമുക്ക് ഉണ്ടായിരിക്കും. ഒരു പ്ലാന്റിൽ നമുക്ക് ആവശ്യമുള്ള ക്യാരക്ടേഴ്സും കാണും, ആവശ്യമില്ലാത്ത ക്യാരക്ടർ കാണും. അങ്ങനെയുള്ള ഒരു കൂട്ടം ചെടികളിൽ നിന്ന് നമുക്ക് ആ ക്വാളിറ്റിയുള്ള പ്ലാന്റിനെ മാത്രം സെലക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത ക്വാളിറ്റിയുള്ള പ്ലാന്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ നിരീക്ഷിക്കുന്ന പ്ലാന്റിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഏത് ക്യാരക്ടറുള്ള പ്ലാനാണുള്ളത് അതിനെ മാത്രം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ എന്ന് പറയുന്നത്. പ്രകൃതിക്ക് അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് വേണ്ട ഒരു ക്യാരക്ടർ ഉള്ള ഒരു ആ ഒരു ചെടിയെ മാത്രം നമ്മൾ അതിന്റെ സീഡിനെ മാത്രം സെലക്ട് ചെയ്യും. അത് വെച്ചായിരിക്കും നമ്മൾ ജനറേഷൻ ഉൽപ്പാദിപ്പിച്ച് പുതിയൊരു വെറൈറ്റിയോട് എത്തിച്ചേരുന്നത്. അതാണ് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിനെ 3 തരത്തിലെടുത്തിരിക്കാം. മാസ് സെലക്ഷൻ, ഒരു മാസ് തെരഞ്ഞെടുപ്പ്, പ്യുവർ ലൈൻ
സെലക്ഷൻ അഥവാ ശുദ്ധവർഗത്തിന്റെ തിരഞ്ഞെടുപ്പ്, ക്ലോണൽ തിരഞ്ഞെടുപ്പ് ഓർ ക്ലോണൽ സെലക്ഷൻ. ഇങ്ങനെ 3 തരത്തിലുള്ള സെലക്ഷൻ കൃത്രിമമായിട്ട് മനുഷ്യർ തന്നെ ചെയ്യുന്നു. എന്താണ് മാസ് തിരഞ്ഞെടുപ്പ് അഥവാ കൂട്ടമായിട്ട് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ മാസ് സെലക്ഷൻ എന്ന് പറയുന്നത്? കൂടുതലും ഇത് ക്രോസ് പോളിനേഷൻ ചെയ്യുന്ന പ്ലാന്റുകളാണ് ഈ ഒരു പ്രോസസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്രോസ് പോളിനേഷൻ ചെയ്യുന്ന പ്ലാന്റുകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫീനോടൈപ്പ്, അതായത് ഒരേ ഫീനോടൈപ്പുള്ള പ്ലാന്റുകൾ മാക്സിമം കളക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നെൽച്ചെടിയുടെ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഡിസീസ് റെസിസ്റ്റന്റ് ഉള്ള ഒരു നെൽച്ചെടിയും അതുപോലെ ഈൽഡുള്ള നെൽച്ചെടിയും ഉണ്ടാക്കിയെടുക്കണം. അത് രണ്ടും കൂടെ 2 ക്യാറ്ററുമുള്ള ഒരു ചെടിയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടെങ്കിൽ ആദ്യം ഡിസീസ് റെസിസ്റ്റന്റ് പ്ലാന്റുകളുടെ കളക്ഷൻ എടുക്കുന്നു, സീഡ് കളക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഹൈ ഈൽഡുള്ള നെൽച്ചെടിയുടെ സീഡുകൾ കളക്ട് ചെയ്യുന്നു. ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ നടുന്നു. ഇങ്ങനെ മിക്സ് ചെയ്ത് നടുമ്പോൾ ഗുണം എന്തായിരിക്കും? അവിടെ ക്രോസ് പോളിനേഷൻ നടക്കും. അങ്ങനെ ക്രോസ് പോളിനേഷൻ നടക്കുമ്പോൾ പുതിയ ചെടികൾ ഉണ്ടാവുകയും അതായത് ആ ക്രോസ് പോളിനേഷൻ നടന്ന ചെടികളിൽ നിന്ന് ഒരുപാട് വിത്തുകൾ ഉണ്ടാവുകയും ആ വിത്തുകൾ കളക്ട് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഈ വിത്തുകളെ ജെർമിനേറ്റ് ചെയ്ത് നോക്കും. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടേഴ്സ് രണ്ടുമുള്ള പ്ലാന്റുകൾ അതിൽ വീണ്ടും സെലക്ട് ചെയ്യും. ഇങ്ങനെ ഒരു 6-8 വർഷം വരെ ഇങ്ങനെ സെലക്ഷൻ പ്രോസസ് നടത്തി ഈ ക്യാരക്ടേഴ്സ് മാറുന്നില്ലെങ്കിൽ അത് നമ്മൾ ഒരു പുതിയ വെറൈറ്റി ആയിട്ട് വിപണിയിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാന്റുകൾ, ഒരേ ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റുകളെ മാസ്സായിട്ട് സെലക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ മാസ് സെലക്ഷൻ എന്ന് പറയുന്നത്. കൂടുതലും ക്രോസ് പോളിനേഷൻ ചെയ്യുന്ന പ്ലാന്റുകളാണ് ഇത് ചെയ്യുന്നത്. ഫീനോടൈപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സെലക്ട് ചെയ്തത്. ഒരേ ഫീനോടൈപ്പ് പ്ലാന്റുകളാണ് നമ്മൾ മാസ്സായിട്ട് സെലക്ട് ചെയ്യുന്നത്. അതിൽ കൂടുതലും സെലക്ട് ചെയ്യുന്ന സവിശേഷത ചിലപ്പോൾ ഉയരമായിരിക്കാം, അല്ലെങ്കിൽ ധാന്യത്തിന്റെ നിറമായിരിക്കാം, അല്ലെങ്കിൽ ധാന്യങ്ങളുടെ വലുപ്പമായിരിക്കാം, അല്ലെങ്കിൽ ഡിസീസ് രോഗപ്രതിരോധ ശേഷിയായിരിക്കാം, അല്ലെങ്കിൽ ജെർമിനേറ്റിനുള്ള കഴിവ്, മുളയ്ക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ ലോജിങ് പ്രതിരോധം, അതായത് താമസിക്കുന്ന സ്ഥലത്ത് റെസിഡന്റ് പവർ നേടിയെടുക്കുക, അല്ലെങ്കിൽ തകർക്കാനുള്ള അല്ലെങ്കിൽ ഷാറ്ററിങ് പ്രതിരോധം, അതായത് ഒരു സീഡ് മെച്ചുറായി വരുമ്പോൾ നമ്മൾ വിളവെടുക്കുമ്പോൾ തന്നെ ഏർലി ആയിട്ട് അത് പൊഴിഞ്ഞു പോകുക, അന്ന് സെനസെന്റായി പൊഴിഞ്ഞു പോകുന്ന പ്രോസസ് തടയുക. വിളവെടുക്കും മുമ്പ് തന്നെ നേരത്തെ പ്രീമെച്ചുർ ആയിട്ട് തന്നെ അതിന്റെ ഫ്രൂട്ട് ഫാൾ ചെയ്ത് പോകുന്നത് തടയുക, ആ ഒരു പ്രതിരോധം നേടിയെടുക്കുക. ഇതിനു വേണ്ടി ഇങ്ങനെ പല ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റുകളേക്ക് നമ്മൾ മാസ്സായിട്ട് സെലക്ട് ചെയ്യും. ചിലപ്പോൾ അതിന്റെ ഈൽഡ് കപ്പാസിറ്റിയും ഒരു ക്യാരക്ടറായിട്ട് പരിഗണിച്ച് സെലക്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞു ഈൽഡ് ഡിസീസ് റെസിസ്റ്റന്റും ചേർക്കുമ്പോൾ പ്ലാന്റിനെ സെലക്ട് ചെയ്യുന്നതിന് പറഞ്ഞില്ല. അതുപോലെ ഈൽഡും ഒരു ക്യാരക്ടറായിട്ട് പരിഗണിച്ച് അതിനെ സെലക്ട് ചെയ്യാറുണ്ട്. ക്രോസ് പരാഗണം നടത്തുന്ന ചെടികളാണ് ഇത് കൂട്ടമായിട്ട് ഇങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ് അല്ലെങ്കിൽ മാസ് സെലക്ഷൻ പ്രോസസ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെയുള്ള പ്രോസസ് നടക്കുന്ന ചെടികളിൽ ഇൻബ്രീഡിങ് കഴിവ് ഒഴിവാക്കണം. എന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ 2 പ്ലാന്റിനെ സെലക്ട് ചെയ്തു, ഡിസീസ് റെസിസ്റ്റന്റ് ഹൈ ഈൽഡുള്ള 2 പ്ലാന്റുകളെ മിക്സ് ചെയ്ത് ക്രോസ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്ലാന്റിൽ നടക്കുന്ന ഇൻബ്രീഡിങ്ങിനെ, അതായത് സെൽഫ് പോളിനേഷനെ പ്രിവെന്റ് ചെയ്യണം. സെൽഫ് പോളിനേഷൻ നടന്ന എന്ത് പറ്റും? ആ ക്യാരക്ടർ മാത്രം പിന്നെ അത് തലമുറയായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഡിസീസ് ഉള്ള ചെടിയിൽ അത് മാത്രമേ പിന്നെ കിട്ടുള്ളൂ. ഇൻബ്രീഡിങ് നടക്കാൻ പാടില്ല. ഇപ്പൊ ഇൻബ്രീഡ് നടന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടേഴ്സ് കമ്പൈൻ ചെയ്യില്ല. അതുകൊണ്ട് ക്രോസ് പോളിനേഷൻ നടക്കുന്ന ഇത്തരം ചെടികളിൽ ഇൻബ്രീഡിങ് ഒഴിവാക്കാനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കാറുണ്ട്. ബ്രാൻഡ് ബ്രീഡിങ് ചെയ്യുന്ന ആൾക്കാർ എടുക്കാറുണ്ട്. ഒരു മാസ് സെലക്ഷന്റെ പ്രൊസീജിയർ എന്താണ്, നടപടിക്രമം എന്താണ്? ഓൾറെഡി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് കൂട്ടമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ്. വിളവെടുപ്പിനിടയിലോ അല്ലെങ്കിൽ വിളവെടുപ്പിന് ശേഷമായിരിക്കും ഈ ഒരു സെലക്ഷൻ പ്രോസസ് നടക്കുന്നത്. ഒരു ഈൽഡ് എടുത്തതിന് ശേഷമോ അല്ലെങ്കിൽ ഈൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം അതിന്റെ സെലക്ഷൻ പ്രോസസ് നടക്കുന്നത്. ഇങ്ങനെയുള്ള സെലക്ട് ചെയ്യുന്ന സീഡുകളെ കളക്ട് ചെയ്യുന്നു, അതിനെ ഒരുമിച്ച് വിതയ്ക്കുന്നു. നേരത്തെ പറഞ്ഞതൊക്കെ ഞാൻ ഉദ്ദേശിച്ച 2 ക്യാരക്ടേഴ്സ് ഉള്ള സീഡുകളെ മൊത്തം സെലക്ട് ചെയ്തിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് നടുന്നു. വിതറുക എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നെല്ലാണെങ്കിൽ നെല്ലിന്റെ സീഡ് വിതറുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സീഡ് ഒരേ സ്ഥലത്ത് കൂട്ടമായിട്ട് മിക്സ് ചെയ്തിട്ട് നടാൻ വേണ്ടി വിതറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാസ്സായിട്ട് വിതറുന്നത് കൊണ്ടാണ് അതിനെ മാസ് സെലക്ഷൻ അല്ലെങ്കിൽ മാസ് എന്ന് ചെയ്തത് കൊണ്ടാണ് അതിനെ മാസ് സെലക്ഷൻ എന്ന് പറയുന്നത്. സസ്യത്തിന്റെ തരം അനുസരിച്ച്, അതിന്റെ ഇനം അനുസരിച്ചായിരിക്കും ഈ പ്രക്രിയ ചെയ്തത്. അതിന് ഏകദേശം 8 വർഷം വരെ എടുക്കാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുക്കാം. ഈ ഒരു പ്രോസസ്സ് നമുക്ക് സെലക്ട് ചെയ്ത് അവസാനം ഒരു പ്ലാനിൽ എത്തിച്ചേരാൻ 8 വർഷം വരെ എടുക്കാറുണ്ട്. ചിലപ്പോൾ അത് പ്ലാൻ ബ്രീഡറിന്റെ ആവശ്യത്തിനനുസരിച്ച് അതിന്റെ കാലക്രമം കൂട്ടാം കുറയ്ക്കാം. ഇതിൽ ആദ്യത്തെ വർഷം നമ്മൾ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞപ്പോൾ സ്വഭാവ സവിശേഷതയുള്ള സസ്യങ്ങളുടെ വിത്തുകൾ ശേഖരിക്കും. ഈ വിത്തുകളുടെ എണ്ണം നിലവിൽ 200 മുതൽ 2000 വരെ ആണ്. നേരത്തെ പറഞ്ഞു നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ക്രോസ് ചെയ്യേണ്ടത് അത്തരം ക്യാരക്ടേഴ്സുള്ള സീഡുകൾ 2000 വരെയുള്ള സീഡുകൾ സെലക്ട് ചെയ്തിട്ട് നേരത്തെ മിക്സ് ചെയ്തിട്ട് നടുന്നു. അതിൽ നിന്നും അടുത്ത തലമുറ വളർത്തിയെടുക്കാൻ വേണ്ടി അതേ സ്ഥലത്ത് തന്നെ വീണ്ടും വിത്തുകൾ നടുന്നു. അതായത് ഈ വിത്തുകൾ വിതച്ച സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 2ാമത്തെ വർഷം ഓരോ മാസ് സെലക്ഷന്റെയും സംയോജിത വിത്തുകൾ ഒറ്റപ്പെട്ട വേലകൾ വെച്ച് സന്ധികളെ വളർത്തും. അതായത് ആദ്യം നമ്മൾ മിക്സ് ആയിട്ട് വളർത്തിയല്ലോ, അവിടെ ക്രോസ് പോളിനേഷൻ നടത്തും.
ഈ ക്രോസ് പോളിംഗ് നടന്ന ചെടികളിൽ നിന്നുള്ള സീഡുകളെ കളക്ട് ചെയ്യും. അപ്പൊ ആ സീഡുകളുടെ പ്രത്യേകം എന്തായിരിക്കും? രണ്ട് പ്ലാന്റുകളുടെ ക്യാരക്ടേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഈ സീഡുകളെ വീണ്ടും അതേ സ്ഥലത്ത് വളർത്തും എന്ന് പറഞ്ഞത്. അവിടെ നിന്ന് വീണ്ടും സീഡുകളെ കളക്ട് ചെയ്തു. ഇതിൽ നമ്മൾ ഉദ്ദേശിച്ച ക്യാരക്ടേഴ്സ് കമ്പൈൻ ചെയ്ത് സംയോജിച്ച പ്ലാന്റുകളുടെ സീഡ് അത് മാത്രം സെലക്ട് ചെയ്ത് പിന്നെ ഒറ്റപ്പെട്ട മറ്റൊരു സ്ഥലത്ത്, അതായത് പിന്നെ ക്രോസിംഗ് നടക്കാതിരിക്കാൻ വേണ്ടി വേറൊരു ഒറ്റപ്പെട്ട സ്ഥലത്ത് വയലിലോ മറ്റൊരു സ്ഥലങ്ങളിൽ വീണ്ടും വളർത്തിയെടുക്കും. അതാണ് രണ്ടാമത്തെ വർഷം ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെ വർഷങ്ങളിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രക്രിയ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോസസ് ഇങ്ങനെ ക്രോസിംഗ് നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ രണ്ട് ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റുകളാണ്, അവ മാത്രം വീണ്ടും വീണ്ടും ഇങ്ങനെ ക്രോസ് ചെയ്ത് ഓരോ വർഷവും അതിങ്ങനെ ക്രോസ് ചെയ്ത് അതിന്റെ സീഡുകളെ സെലക്ട് ചെയ്യുന്നു, അത് വീണ്ടും ക്രോസ് ചെയ്യുന്നു. ഇതേ ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റുകളെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യും. ഓരോ വർഷം കിട്ടുന്ന തൈകളിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടേഴ്സ് ഉള്ള ചെടികൾ മാത്രം വീണ്ടും സെലക്ട് ചെയ്യും, വീണ്ടും ക്രോസ് ചെയ്യും. അതിങ്ങനെ 3, 4, 5 വർഷം വരെ തുറന്നുകൊണ്ടിരിക്കുകയും പരീക്ഷണങ്ങൾ വിധേയമാക്കുകയും ചെയ്യും. എന്നിട്ട് ഇത് ആദ്യം ഉണ്ടായിരുന്ന പ്ലാന്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. ഒരു അഞ്ചാമത്തെ വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ കിട്ടിയ പുതിയ ചെടിയെ ആദ്യം എടുത്ത ചെടിയുമായിട്ട് ഒന്നാമത്തെ വർഷം കിട്ടിയ ചെടിയുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യും. അതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റി ഉണ്ടോ എന്ന് കമ്പയർ ചെയ്യും. പിന്നെ ആറാമത്തെയും ഏഴാമത്തെയും എട്ടാമത്തെയും വർഷങ്ങളിൽ ഇത് വിവിധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ അയക്കും. അത് റിസർച്ച് സെന്ററിൽ അയച്ചിട്ട് അവിടെ വളർത്തി നോക്കും. ചിലപ്പോൾ ക്ലൈമാറ്റിക് ചേഞ്ച് ഉള്ള സ്ഥലങ്ങളിലായിരിക്കും വളർത്തി നോക്കുന്നത്. ഡിഫറൻറ്റ് മണ്ണിന്റെ ക്യാരക്ടേഴ്സ് ഉള്ള സ്ഥലങ്ങൾ വളർത്തി നോക്കും. എന്തായാലും ക്യാരക്ടറിൽ ചേഞ്ച് വരുന്നത് അറിയാൻ വേണ്ടി പരീക്ഷണശാലകളിലും വ്യത്യസ്ത പ്രദേശങ്ങളിലും, അതായത് പൊരുത്തപ്പെടാൻ വേണ്ടി ക്ലൈമാറ്റിക് ചേഞ്ച് ഉള്ള പല സ്ഥലങ്ങളിൽ വളർത്തി നോക്കും. ഈ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, പ്രകൃതിയുടെ ക്ലൈമറ്റ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പല ഡിഫറൻറ്റ് എൻവയോൺമെന്റൽ പ്രദേശങ്ങളിലും വളർത്തി നോക്കും. അതുപോലെ പരീക്ഷണശാലകളിലും വളർത്തി നോക്കും. എന്നിട്ട് അതിൽ നിന്നും എട്ടാമത്തെ വർഷം വീണ്ടും സെലക്ഷൻ ചെയ്യും. ഇങ്ങനെ സെലക്ഷൻ ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ വളർത്തി വെക്കുമ്പോൾ അതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്ലാന്റുകൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒന്നാമത്തെ വർഷം വളർത്തി നോക്കി, അതിലും മാക്സിമം നല്ല ക്വാളിറ്റി ഉള്ളതിനെ വീണ്ടും സെലക്ട് ചെയ്തു, അടുത്ത സ്ഥലത്ത് വളർത്തി നോക്കി, അതിലും വീണ്ടും സെലക്ഷൻ നടത്തി. ഇങ്ങനെ എട്ടാമത്തെ വർഷം എത്തിച്ചേരുമ്പോൾ അവസാനം നമുക്ക് കിട്ടുന്ന പ്ലാന്റിന്റെ പ്രത്യേകത ഈ ക്വാളിറ്റി ഇങ്ങനെ മാറാതെ 8 വർഷവും ക്യാരക്ടർ മാറാതെ പോകുന്ന നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റുകളെ സെലക്ട് ചെയ്ത് അതിനെ എണ്ണം വർദ്ധിപ്പിച്ച് പുതിയൊരു പേരൊക്കെ നൽകി അതിനെ ശുപാർശ ചെയ്തിട്ട് പൊതു കൃഷിക്കായിട്ട് നമ്മൾ വിപണിയിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു പുതിയ ഇനം ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ട് പുറത്തെത്തിക്കുന്നത്. ഇതാണ് ഒരു മാസ് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഒരു മാസ് സെലക്ഷന്റെ പരിമിതികൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പരിമിതി എന്ന് പറയുന്നത് പരപരാഗണമായി, അതായത് ക്രോസ് പോളിനേഷനുമായി ബന്ധപ്പെട്ട ഒരു പരിധി വരെയുള്ള ഭിന്നസൈഗോസിറ്റി, അതായത് ഹെട്രോസൈഗോസിറ്റി കാണിക്കുന്ന ചെടികൾക്ക് ഇത് ബാധകമാകും. നമ്മളിങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ രണ്ട് ക്യാരക്ടേഴ്സുകൾ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ രണ്ടിന്റെ ജീനുകൾ മിക്സ് ചെയ്തിട്ടായിരിക്കും പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നത്. അപ്പൊ ഹെട്രോസൈഗോസിസ് കാണിക്കുന്ന ചെടികൾ മാത്രമേ ഒരു പരിധി വരെ ഇത് ചെയ്യാൻ കഴിയൂ. അതുപോലെ സെൽ പോളിഷൻ നടന്ന ചെടികളിൽ നമുക്ക് മാസ് സെലക്ഷൻ നടത്താൻ പറ്റും. പിന്നീട് അത് കണ്ടിന്യൂസ് ആയിട്ട് ക്രോസ് പോളിഷൻ ചെയ്യുമ്പോൾ ആ ഹെട്രോസൈഗറ്റി ഉയരാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് അത് കണ്ടിന്യൂസ് ഉപയോഗിക്കാനും പറ്റത്തില്ല. മറ്റൊരു പ്രത്യേകത, നല്ലൊരു ഇനത്തെ അവസാനം കിട്ടി, സുപ്പീരിയർ വെറൈറ്റി കിട്ടി, അതായത് ഉയർന്ന ഇനം എന്ന് ഉദ്ദേശിക്കുന്നത് സുപ്പീരിയർ വെറൈറ്റി കിട്ടിയെങ്കിൽ അതിനെ പിന്നീട് ഏതെങ്കിലും അതിന്റെ താഴ്ന്ന ഇനത്തിൽ നിന്ന് വീണ്ടും സെലക്ട് ചെയ്യാനും പറ്റത്തില്ല. ഒരു ഹൈ ക്വാളിറ്റി ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു ബാക്ക് ക്രോസിംഗ് പോലെ അല്ലെങ്കിൽ താഴ്ന്ന ഇനത്തിൽ നിന്നും ഇൻഫീരിയർ ക്വാളിറ്റി ഉള്ള പ്ലാന്റിൽ നിന്നും വീണ്ടും അതിനെ സെലക്ട് ചെയ്യുവാനോ വേർതിരിക്കുവാനോ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ അതൊരു മാസ് സെലക്ഷന്റെ പരിമിതിയാണ്. അടുത്തതാണ് പ്യുവർ ലൈൻ സെലക്ഷൻ. പ്യുവർ ലൈൻസ് എന്ന ശുദ്ധവർഗം. ഇപ്പൊ ശുദ്ധവർഗം എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് മിക്സിംഗ് ഇല്ലാത്ത, എത്ര തലമുറ കഴിഞ്ഞാലും ആ ക്യാരക്ടേഴ്സ് മാറ്റം വരാത്ത പേര്. ഇപ്പൊ പൊക്കമുള്ളത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ഉള്ളത് എത്ര വർഷം കഴിഞ്ഞാലും അതേ ക്യാരക്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ അതാണ് പ്യുവർ ലൈൻസ്. അങ്ങനെയുള്ള ഒരേ ജനിതക രൂപം, അതായത് ഹോമോസൈഗോസിറ്റി കാണിക്കുന്ന പ്ലാന്റുകളെ സെലക്ട് ചെയ്യുന്ന രീതിയാണ് പ്യുവർ ലൈൻ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പാരന്റ് സെൽ പാരന്റ് പ്ലാന്റ് ഒരു ഹോമോസൈഗസ് ആണെങ്കിൽ അവിടെ സ്വയം പരാഗണം നടന്ന് സെൽ പോളിഷൻ നടന്ന് ആ ഒരു ക്യാരക്ടർ മാത്രം എത്ര ജനറേഷൻ കഴിഞ്ഞാലും മാറാതെ പിന്തുടർന്നുകൊണ്ടിരിക്കും. പൊക്കമുള്ള ചെടി എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ അവിടെ ആ ഒരു ക്യാരക്ടർ മാറ്റമില്ലാതെ ആ സെൽ പോളിഷൻ നടന്ന ഒരു മാറ്റം ഉണ്ടാവില്ല. ക്രോസിംഗ് നടന്ന ഹെട്രോസൈഗസിൽ പോലും സെൽ പോളിഷൻ നടത്തി ആ ഒരു ക്യാരക്ടർ മാറ്റമില്ലാതെ പോകുന്ന പ്ലാന്റുകളാണ് നമ്മൾ പ്യുവർ ലൈൻ സെലക്ഷൻ ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു പ്രോസസ്സ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ജൊഹാൻസൺ ആൻഡ് സൈൻസ്റ്റൈൻ. ജൊഹാൻസൺ 1903 അങ്ങനെ ഒരു പ്യുവർ ലൈൻ സെലക്ഷൻ എന്ന പദവും അതിലൂടെ പ്ലാന്റുകളെ സെലക്ട് ചെയ്യാൻ പറ്റുമെന്നത് ആദ്യമായിട്ട് തെളിയിച്ചത് ജൊഹാൻസൺ ആണ്. അപ്പോൾ സ്വയം പരാഗണം സെൽഫ് പോളിനേഷൻ നടന്ന ചെടികൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സെലക്ഷൻ മെത്തേഡാണ് പ്യുവർ ലൈൻ സെലക്ഷൻ.
ഇതിന്റെയും പ്രൊസീജിയർ എന്തൊക്കെയാണ്? പ്യുവർ ലൈൻ സെലക്ഷന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ 8, 9, 10 വർഷം വരെ എടുക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രോസസ്സാണ് പ്യുവർ ലൈൻ സെലക്ഷൻ എന്ന് പറയുന്നത്. പ്രകൃതിദത്തമായി സ്വയം പരാഗണം ചെയ്യുന്ന നാച്ചുറലി സെൽഫ് പോളിനേഷൻ ചെയ്യുന്ന പ്ലാന്റുകളിൽ നിന്ന് മാത്രമേ നമുക്ക് പ്യുവർ ലൈൻ സെലക്ഷൻ ചെയ്യാൻ പറ്റൂ. എന്തുകൊണ്ടായിരിക്കും? ക്രോസിംഗ് നടന്ന ക്യാരക്ടേഴ്സ് മിക്സിംഗ് ആയി ഹെട്രോസൈഗസ് ആവും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്ലാന്റ്, ഒരു കാറ്റഗറി പ്ലാന്റ്, അത് പ്യുവർ ലൈൻ ആണെങ്കിൽ അതിൽ നിന്നും ആ ക്യാരക്ടർ നമുക്ക് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അത്തരം പ്ലാന്റുകളെ സെലക്ട് ചെയ്യുന്നു. ഇതിന് ഏകദേശം 9 മുതൽ 10 വർഷം വരെ എടുക്കാമെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന നേരത്തെ പറഞ്ഞ കണക്കുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ശുദ്ധവർഗമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ഡിഫറെന്റ് പ്ലാന്റുകളെ കളക്ട് ചെയ്യുന്നു. അതിന്റെ ഏകദേശം 50 വരെയുള്ള സീഡുകളെ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സീഡുകളെ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിന്റെ പ്രത്യേകം എണ്ണി ശേഖരിക്കും. അതായത് പ്യുവർ ലൈൻസ് ആണല്ലോ, ശുദ്ധവർഗമായിട്ടുള്ള പ്ലാന്റുകളുടെ സീഡുകൾ മാത്രം എണ്ണിയെടുക്കുക. അത് കറക്റ്റ്, അത് ക്രോസിംഗ് നടക്കാത്ത സെൽഫ് പോളിനേഷൻ മാത്രം നടക്കുന്ന ചെടികളിൽ നിന്നും അതിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടേഴ്സ് ഉള്ള സീഡുകളെ സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ പ്രത്യേകം വളർത്തുക. എന്തിനാ പ്രത്യേകം വളർത്തുന്നത്? ഒരു പ്ലാന്റ് മറ്റൊരു പ്ലാന്റിനോട് കോണ്ടാക്ട് വരാത്ത രീതിയിലേ വളർത്തും. കാരണം അല്ലെങ്കിൽ ക്രോസിംഗ് ആയിരിക്കും, അല്ലേ? ക്രോസിംഗ് വരാൻ പാടില്ല. അപ്പോൾ ഓരോ പ്ലാന്റുകളെയും സെപ്പറേറ്റ് വളർത്തി നോക്കുകയും അതിൽ ഏറ്റവും ദുർബലമായിട്ടുള്ള, വീക്കായിട്ടുള്ള, യൂസ്ഫുൾ ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഫലപ്രദമല്ലാത്ത പ്ലാന്റുകളെ ഉപേക്ഷിക്കും. അത് വളർന്നു വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടേഴ്സ് നല്ലതായിട്ട് ഉള്ളത് മാത്രം സെലക്ട് ചെയ്യും, അല്ലാത്തതിനെ ഉപേക്ഷിക്കും. രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചില രോഗങ്ങൾ വരുത്തി നോക്കും. എന്തിനാ? ഈ നമ്മൾ കൊടുക്കുന്ന രോഗങ്ങൾക്ക് അതിന് പ്രതിരോധ ശേഷി ഉണ്ടോ എന്നറിയാൻ. ആ ഒരു പ്രോസസ്സാണ് എപ്പി ഫൈറ്റോട്ടിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എപ്പി ഫൈറ്റോട്ടിക്സിലൂടെ ചില പ്രത്യേക രോഗങ്ങൾ ഉണ്ടാക്കുന്ന ജെയിംസിന്റെ രോഗാണുവിനെ നമ്മൾ ചെടികളിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ കടത്തി വിട്ടു കൊടുക്കും. അപ്പൊ ആ ഒരു രോഗമാണ് ആ ചെടികൾക്ക് അസുഖം ഉണ്ടാക്കുമ്പോൾ ഈ പ്ലാന്റ് എങ്ങനെ പ്രതികരിക്കുന്നു? രോഗപ്രതിരോധ ശേഷി ഉണ്ടോ ഇല്ലയോ? അപ്പൊ രോഗപ്രതിരോധ ശേഷി ഉള്ളവയെ വീണ്ടും സെലക്ട് ചെയ്യും. ഇങ്ങനെ സെലക്ഷൻ നടത്തി വീണ്ടും അവയെ പ്രത്യേകം വളർത്തി നോക്കുന്നു. ഇങ്ങനെ ഓരോ തവണയും നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടേഴ്സ് മാത്രം സെലക്ട് ചെയ്യും. രോഗപ്രതിരോധ ശേഷിയുള്ള നല്ല ഈൽഡുള്ള ആ ഒരു ചെടികളെ മാത്രം വീണ്ടും സെലക്ട് ചെയ്യുന്നു. അവയുടെ സീഡുകളെ സെപ്പറേറ്റ് വളർത്തി നോക്കുന്നു. ക്രോസിംഗ് വരാത്ത രീതിയിൽ സെപ്പറേറ്റ് വളർത്തി നോക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ വർഷം എത്തുമ്പോൾ നേരത്തെ രണ്ടാമത്തെ വർഷത്തിലെ വരെ ചെയ്യുന്നത് ഓരോ സീഡുകളെ ഒറ്റ വരിയായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് പിന്നെ മാറ്റിയിട്ട് 3-4 വരികളിലായിട്ട് എന്ത് മിക്സ് ചെയ്തിട്ട് കൃഷി ചെയ്ത് നോക്കുന്നു. ഇങ്ങനെ ഇതിൽ നിന്നും അനുയോജ്യമായവ സെലക്ട് ചെയ്യുന്നു, അല്ലാത്തവയെ നീക്കം ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാന്റിന്റെ ക്വാളിറ്റി ഉള്ളവ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു, അല്ലാത്തവ എന്ത് ചെയ്യുന്നു? റിജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റുകൾ വീണ്ടും സെലക്ട് ചെയ്യുന്നു, അതിന്റെ സീഡ് സെലക്ട് ചെയ്യുന്നു, ആ സീഡുകൾ വീണ്ടും ജെർമിനേറ്റ് ചെയ്യുന്നു. അതിങ്ങനെ സെലക്ഷൻ പ്രോസസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 4ാമത്തെ വർഷം മുതൽ 6ാമത്തെ വർഷം വരെ ഇതിങ്ങനെ തുടരുകയും പിന്നെ ഏറ്റവും മികച്ച ഇനങ്ങളായിട്ട് 1-2 ചെടികളെ സെലക്ട് ചെയ്യുകയും അല്ലാത്തവയെ റിജക്ട് ചെയ്യുകയും പിന്നെ 7ാമത്തെ വർഷം ആകുമ്പോൾ അവസാനത്തെ 6ാമത്തെ വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ചെയ്തെന്ന് 1-2 ചെടികളായിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള പ്യുവർ ലൈൻസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അവയെ സെലക്ട് ചെയ്തിട്ട് 7ാമത്തെ വർഷം ആകുമ്പോൾ ഇവയുടെ സീഡുകളെ വീണ്ടും സെപ്പറേറ്റ് വളർത്തി വെച്ചിട്ട് അവയെ മൾട്ടിപ്ലൈ ചെയ്യുക, എണ്ണം വളർത്തിയിട്ട് നേരത്തെ പറഞ്ഞ നമുക്ക് ഗവേഷണ കേന്ദ്രങ്ങൾ അയച്ചു വെക്കുകയും മറ്റ് പ്രദേശങ്ങൾ വളർത്തി വെക്കുകയും ഈ ക്വാളിറ്റി മാറുന്നില്ലെങ്കിൽ മാത്രം വീണ്ടും അതിന് പുതിയൊരു പേര കൊടുത്ത് വിപണിയിൽ എത്തിക്കുകയും ചെയ്യും, പുതിയ ഇനമായിട്ട് എത്തിക്കുകയും ചെയ്യും. അപ്പൊ ഇതിനൊരു 8 മുതൽ 10 വർഷം വരെ വേണ്ടി വന്നേക്കാം. അപ്പൊ നേരത്തെ 8 വർഷം കൊണ്ട് തീർന്നെങ്കിൽ ഒരു പ്യുവർ ലൈൻ സെലക്ഷനിൽ ഒരു 10 വർഷം വരെ എടുത്തേക്കാം. അവിടെ ഒരു സെൽഫ് പോളിനേഷൻ ഓർക്കുക. നേരത്തെ പറഞ്ഞ മാസ് സെലക്ഷനിൽ ക്രോസ് പോളിനേഷന്റെ ബേസിലാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പ്യുവർ ലൈൻ സെലക്ഷന്റെ പ്രത്യേകത സെൽഫ് പോളിനേഷൻ നടക്കുന്ന പ്ലാന്റുകൾ മാത്രം, അതായത് ആ പ്ലാന്റുകൾ മറ്റു പ്ലാന്റോട് കോൺടാക്ട് വരാത്ത രീതിയിൽ ഇത്രയും വർഷം വളർത്തി നോക്കുകയും അതിൽ ഏറ്റവും ബെറ്റർ സീഡുകളെ മാത്രം സെലക്ട് ചെയ്ത് ഓരോ വർഷം ജെർമിനേറ്റ് 8 മുതൽ 10 വർഷം കഴിയുമ്പോൾ പല ഗവേഷണ കേന്ദ്രത്തിലും വളർത്തി നോക്കി ക്യാരക്ടേഴ്സ് ചേഞ്ച് ഇല്ല, പല എൻവയോൺമെന്റൽ കണ്ടീഷനിൽ വളർത്തി നോക്കിയിട്ട് ക്യാരക്ടേഴ്സ് മാറുന്നില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് പുതിയൊരു ഇനമായിട്ട് വിപണിയിൽ എത്തിക്കുന്നത്. മൂന്നാമത്തെ ടൈപ്പാണ് ക്ലോണൽ സെലക്ഷൻ. ഇപ്പൊ ക്ലോണൽ സെലക്ഷനിൽ എന്താണ് ക്ലോൺ എന്ന് പറയുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മരച്ചീനിയുടെ കമ്പ് വെട്ടി ആ ചെടിയിൽ നിന്ന് ഒരു 50 കമ്പ് വെട്ടി നമ്മൾ മരച്ചീനി നടുകയാണ്. ഈ വളർന്നു വരുന്ന 50 മരച്ചീനിയും ആരെ പോലെ ഇരിക്കും? പാരന്റിനെ പോലെ ഇരിക്കുന്നത്, പാരന്റ് പ്ലാന്റിനെ പോലെയാണ് കാണപ്പെടുന്നത്. അപ്പൊ മാതൃ സസ്യത്തെ പോലെ ഒരേ സ്വഭാവമുള്ള, ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി സിമിലർ ആയിരിക്കും. ജനിതകപരമായിട്ടും രൂപപരമായിട്ടും ആ പാരന്റ് എങ്ങനെയാണ് വരുന്നത് അതേപോലെ അതേ ക്യാരക്ടർ മാറാത്ത ചെടികളെ സന്താനങ്ങൾ ഉത്പാദിപ്പിക്കും. ഈ സന്താനങ്ങളെയാണ് ക്ലോൺ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ക്ലോണുകളെ വെച്ച് സെലക്ട് ചെയ്യുന്ന രീതിയാണ് ക്ലോൺ സെലക്ഷൻ, ക്ലോണൽ സെലക്ഷൻ എന്ന് പറയുന്നത്.
അപ്പൊ ഇവിടെ ഈ ഒരു സെലക്ഷനിലൂടെ നമുക്ക് ഏകീകൃതവും യൂണിഫോം ആയിട്ട് അതുപോലെ സമാനമായിട്ടുള്ള വിശാല പൊരുത്തപ്പെടൽ ഒരു അക്ലമറ്റൈസേഷൻ കാണിക്കുന്ന പ്ലാന്റുകളെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഏറ്റവും യൂണിഫോം ആയിട്ട് ഒരേ ക്യാരക്ടറുള്ള സമാനമായിട്ട് ഒരേ സ്വഭാവത്തിൽ വളരുന്ന ഒരേ കണ്ടീഷനിൽ വളരാൻ കഴിയുന്ന പ്ലാന്റുകൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ ക്ലോണൽ സെലക്ഷനിലൂടെ പറ്റും. അപ്പോൾ ഇവിടെ ലൈംഗിക പ്രത്യുൽപാദന സെക്ഷൽ റീപ്രഡക്ഷനിലൂടെയോ കായിക പ്രജനനത്തിലൂടെയോ ആണ് ഈ ഒരു പ്രോസസ്സിലൂടെ വേണ്ട സന്താനങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നത്. സെക്ഷൽ റീപ്രഡക്ഷൻ വഴി ഉണ്ടാക്കുന്ന പ്ലാന്റുകൾ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടെ ക്യാരക്ടേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. അലൈംഗിക പ്രത്യുൽപാദനം ഒറ്റ സിംഗിൾ പാരന്റിൽ ഉണ്ടാവുന്ന സന്താനങ്ങൾ, അല്ലെങ്കിൽ കായിക പ്രജനനം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ കട്ടിംഗ് ലെയറിങ്ങിലൂടെ പ്ലാന്റുകൾ തയ്യാറാക്കുന്നത്. അപ്പൊ അവിടെ ഒരു പ്ലാന്റിന്റെ പാർട്ടിൽ നിന്നായിരിക്കും പുതിയ പ്ലാന്റുകൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പൊ ആ പ്ലാന്റുകൾ എല്ലാം പാരന്റ്സിനെ പോലെ ഇരിക്കുകയും അത്തരം പ്ലാന്റുകളെയാണ് ക്ലോണുകൾ എന്ന് പറയുന്നത്. ആ വിളകളെ ക്ലോണൽ വിളകൾ, ക്രോപ്സ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ക്ലോണൽ വിളകൾക്ക് നേരത്തെ പറഞ്ഞ പാരന്റ് പോലെ ആയിരിക്കും, ജനറ്റിക്കലി മോർഫോളജിക്കലി സിമിലർ ആയിരിക്കും. പിന്നെ ഇവയുടെ പ്രത്യേകത അനശ്വരമാണ്. അതായത് ഈ ക്യാരക്ടേഴ്സ് പിന്നെ മാറില്ല, ചേഞ്ച് ചെയ്യില്ല. എത്ര ജനറേഷൻ കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ മാറാതെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ക്ലോണുകൾക്ക് പെട്ടെന്ന് അസുഖം വരാനും അണുബാധ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അത് കാരണം വംശം സംഭവിച്ചു പോകും. മരിച്ചിന് കമ്പ് വെട്ടി നടുമ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ സാധാരണയായിട്ട് ക്ലോണുകൾ വളരെ വൈവിധ്യപൂർണ്ണമാണ്. ചിലപ്പോൾ നമ്മളിങ്ങനെ എന്താ ഓരോ ക്ലോണിങ് ചെയ്യുമ്പോഴും ചില ചെറിയ വേരിയേഷൻസ് വന്ന് അതിൽ നിന്ന് പുതിയൊരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ ഇൻബ്രീഡിങ് വന്നു കഴിഞ്ഞാൽ അവയുടെ ക്വാളിറ്റി നഷ്ടപ്പെടും. കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റിയും കഴിവും നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇൻബ്രീഡ് ഡിപ്രഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓരോ ക്ലോണിലും നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൽ നിന്നും നല്ല പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന മെത്തേഡാണ് ക്ലോണൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഒരു കമ്പ് വെട്ടി നടുന്നു, അതിന്റെ കുറെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നു, ആ തൈകളിൽ ഏറ്റവും നല്ല ക്വാളിറ്റി വീണ്ടും സെലക്ട് ചെയ്യുന്നു, അതിൽ നിന്ന് വീണ്ടും പുതിയ തലമുറകൾ ഉത്പാദിപ്പിക്കുന്നു, അതിൽ നല്ല ക്വാളിറ്റിയുള്ള സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ ജനറേഷൻ ഈ ഒരു പ്രോസസ് തുടരുന്നു. ഇതിനെയാണ് ക്ലോണൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഒരു പ്ലാന്റ് ബ്രീഡിങ്ങിന്റെ സസ്യപ്രജനനത്തിന്റെ പ്രധാന പ്രത്യേകതയാണ് സെലക്ഷൻ. നമ്മൾ പ്ലാന്റ് ബ്രീഡിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻട്രൊഡക്ഷൻ അക്ലൈമറ്റൈസേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്ലാന്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വേണ്ട പ്ലാന്റുകളെ സെലക്ട് ചെയ്യുന്ന മെത്തേഡാണ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ സെലക്ഷനിൽ മാസ് സെലക്ഷനും പ്യുവർ സെലക്ഷനും അതുപോലെ ക്ലോണൽ സെലക്ഷനും നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.